ബലൂണിന് പകരമല്ലേ മോക്ക് ഇത് മേടിച്ചു തന്നെ അമ്മ? അമ്മ പറഞ്ഞില്ല അമ്മയോട് ബലൂൺ ഇത് ഇഷ്ടപ്പെട്ടു. സന്തോഷമാണ് ഇതുകൊണ്ട്. ചോദിക്ക് ഇതുണ്ടാക്കി തരുമോ ചോദിക്ക്. പ്ലീസ് പറ, പ്ലീസ് പറ. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുട്ടിയെ എന്നെ നിർബന്ധിച്ച് പറയിച്ചാണ്. അമ്മ ഇത് ഉണ്ടാക്കി തരുമോയെന്ന് ചോദിക്കാം. ഞാൻ ശരിക്കും ഇതൊരു ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ, പക്ഷെ അത്യാവശ്യം ലെങ്ത്തൊക്കെ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്നൊരു വീഡിയോ ആക്കിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്താ ഉണ്ടാക്കുക, കോളിഫ്ലവർ ബജ്ജി. ആമിക്ക് ഉത്സവക്കടെ കോളിഫ്ലവർ ബജ്ജി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ വീട്ടിലുണ്ടാക്കാം. കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഇപ്പോൾ ഒരു നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടണം. കാരണം കോളിഫ്ലവർ കുറേ പുഴുക്കളൊക്കെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് അറിയാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് അത് കോളിഫ്ലവറിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ മൈദ, കുറച്ച് കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കളറിന് വേണ്ടിയാണ്, പിന്നെ കുറച്ച് സോയാ സോസ്, ഉപ്പ് ഇട്ട് ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. ആമിക്ക് ഇളക്കണം എന്ന് പറഞ്ഞ് നന്നായിട്ട് ഇളക്കി ബാറ്റർ നല്ല അടിപൊളിയായിട്ട് ഇളക്കി അത് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആമി ഇവിടെ ഇളക്കിക്കൊണ്ടേ എന്നിട്ട് കോളിഫ്ലവർക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് അത്ര മിക്സ് ആകത്തിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. പിന്നെ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് വെള്ളം വെള്ളമല്ല എണ്ണ ഒഴിക്കണം. വെള്ളം ഒഴിച്ചാൽ അതിലറിയും. അങ്ങനെ എന്നിട്ട് അപ്പോൾ ആമ ഒരു ലോലിപ്പോപ്പൊക്കെ ആയിട്ട് വന്നു. അത് ഞാൻ സ്പൂൺ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചോട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വെച്ച് കൈ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാൽ ഇത് വേറെ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടി കൈ വെച്ചിട്ട് നോക്കിയതാട്ടോ. എനിക്ക് തീ ഭയങ്കര പേടിയായിട്ട് ഇങ്ങനെ പൊട്ടിപ്പറിക്കുമൊക്കെ ഇച്ചിരി കുലുക്കൊക്കെ ഉണ്ടായിരിക്കും വീഡിയോയ്ക്ക് കേട്ടാ. ഞാൻ പിന്നെ കൈ സ്പൂൺ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി, എനിക്കറിയത്തില്ല, നമ്മൾ ഉത്സവക്കടയിൽ കിട്ടുന്നതിനേക്കാൾ വേറൊരു ടേസ്റ്റാണ്. ഞാൻ വെറുതെ കഴിച്ച് നോക്കിയതാട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. മോൻ കണ്ടല്ലേ അറിയാമല്ലോ, തിളച്ചത് വായിൽ വെച്ചോലായിട്ട്. പിന്നെ ഉത്സവക്കടയിൽ കിട്ടുന്നതിൻ്റെ കളർ എൻ്റെ ബജിക്കില്ല. അതിന് എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഇതല്ല റെസിപ്പി, ഒറിജിനൽ റെസിപ്പി അറിയാമെങ്കിൽ അതും പറഞ്ഞു. ഇത് എൻ്റേതായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആമിക്ക് ഇത് വേണം, ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ് ആമിക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ചൂടാണെന്ന്. കാരണം ഇപ്പോൾ ചൂടോടെ കൊടുത്ത് എങ്ങാനും പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കത്തില്ല. അവൾ പറയാം അയ്യോ ചൂടാ എനിക്ക് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി കട്ടൻ ചായ ഇടാമെന്ന് വിചാരിച്ചു. കട്ടൻ ചായ അല്ല, കട്ടൻ കാപ്പി. കുറച്ച് കട്ടൻ കാപ്പി ഇട്ടു. പിന്നെ നമുക്ക് ബജിയുടെ കൂടെ കഴിക്കാമല്ലോ. പിന്നെ ഞാൻ മുമ്പ് ഇത് കാണിച്ചപ്പോൾ ഒരു നീളത്തിൽ കറിവേപ്പില കേട്ടോ. ഞാൻ കറിവേപ്പില ഫ്ലേവറിന് ഇട്ടാണ്. എന്ത് ബജി റെഡിയായോ? എന്താ പാപ്പ വേണോ? ആമിക്കൊന്ന് ഞാൻ പറയിക്കാൻ ശ്രമിക്കുകയാണ്. ആമി പറ ബജി റെഡിയായോ? എനിക്ക് ഷോർട്സിൻ്റെ ഇടയ്ക്ക് ഇടാനായിട്ടാണ്. നമ്മളിങ്ങനെ പിള്ളേർ റെഡിയായോ അമ്മ എനിക്ക് വിശക്കുന്നു ഇങ്ങനെ പറയാം. ബെസ്റ്റ് അവളങ്ങനൊന്നും പറയത്തില്ല. അങ്ങനെ നമ്മുടെ ബജി റെഡിയായിരിക്കും. കൈ കൊണ്ടിട്ടിട്ടും അത് എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടി തന്നെയാണ് വന്നത്. ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിരുന്നു. കാഴ്ചയിൽ ഇച്ചിരി കളർ കുറഞ്ഞ പോലെ ഉണ്ട്. ഇത് കഴിക്കും. നമുക്കിനി ഇത് അമ്മയ്ക്ക് കൊടുത്ത് നോക്കാം. അമ്മയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ്. ഉത്സവത്തിന് പോയപ്പോൾ ഒരു ചെറിയ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയൊരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ബജിക്ക് അവർക്ക് ഉണ്ടായിരുന്നു. ഫുൾ ആർക്ക് വേണ്ടിയാ ഈ പ്ലേറ്റ്? ഇതിൽ നിന്നെല്ലാം എടുത്ത് ഇവിടെ വെച്ച്. ഇത് ഫുൾ ആര് കഴിക്കാനാ? ഇത് ഫുൾ ആമി കഴിക്കുമോ? ഇത് ഫുൾ ആമി കഴിക്കുമെന്നൊക്കെ പറഞ്ഞൊന്നും കഴിച്ചില്ല. ഞങ്ങളുടെ താഴത്തെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അവിടെ പിന്നെ കൊട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ എന്തൊക്കെ കിട്ടുകാഴ്ച പോലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകും. അപ്പോൾ പട്ടുപാവാട വേണമെന്ന് പറഞ്ഞ് ഇട്ടതാട്ടോ, നിർബന്ധം പിടിച്ച്. പിന്നെ പട്ടുപാവാടയൊക്കെ ഇട്ട് ആമിക്ക് ഒരുങ്ങി കഴിഞ്ഞാൽ അപ്പോൾ പോകണം. അതിൻ്റെ അമ്മയോട് ഒരു അമ്മ എന്നെ എളുപ്പം വാന്ന് പറയാം. അങ്ങനെ നമ്മൾ കെട്ടുകാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ കുറേ ഡാൻസ് ഉണ്ട്. ഈ സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് അത് മഹിഷാസുരനാണെന്നാണ് അമ്മ പറഞ്ഞത്.
ഈ ആൾ നമ്മുടെ അടുത്ത് വന്ന് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് ഒത്തിരി വീഡിയോ എടുത്തില്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ആമിക്ക് അങ്ങനെ വലിയ പേടിയില്ലായിരുന്നു. അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല. ഞാൻ ആ സൈഡിൽ നിന്ന് നൈസായിട്ട് മാറി. കാരണം എന്തിനാ വെറുതെ പക്ഷെ പുള്ളിക്ക് എന്നെ കാണുമ്പോൾ കാണാൻ എൻ്റെ അടുത്ത് നിന്ന് കൂവണമെന്നെങ്ങാനും തോന്നും. ഞാനവിടെ കിടന്ന് കൂവും. ആ നാട്ടുകാരെ മുന്നിൽ ഞാൻ നാണക്കേടും. അതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വന്നാൽ എൻ്റെ അടുത്ത് വന്ന് കൂവിയാൽ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒച്ച വെച്ചാലും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് മാറി പിന്നെ പുറകിൽ പോയി നിന്നു. വീഡിയോ എടുക്കാൻ ഫ്രണ്ടിൽ കയറി നിന്നായിരുന്നു. പിന്നെ കുറേ ഇങ്ങനെ കാവടി പിന്നെ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കുറേ ഇതുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ വലിയ വലിയ വണ്ടികളും പോകുന്നുണ്ടായിരുന്നു. കഥകളി ഉണ്ടായിരുന്നു, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നേരം അങ്ങനെ നിന്നില്ല. കാരണം എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല മഴയുണ്ട്, ചാറാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് അവർ മൂവ് ചെയ്ത് പോകുമായിരുന്നു. എന്നാലും ആമിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ആമി ഇവർ പോയി കഴിഞ്ഞപ്പോൾ ആമി കരഞ്ഞ്, അയ്യോ അതെല്ലാം പോയെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്ല. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി പെട്ടെന്ന് കരയുന്നു. അപ്പോൾ ഈ പക്ഷി അതെന്താണെന്ന് എനിക്ക് ഗരുഡനാണോ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. സംഭവമൊക്കെ പോയപ്പം ആ 2 പക്ഷികൾ പോലെ ഇരിക്കുന്നില്ല, അതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ആമിക്ക് അതിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കരയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.